الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽബിലായ നിർദ്ദേശങ്ങളുടെ വിലക്കുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും ജീവിതത്തിന്റെ സകല മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി സ്വാലിഹീങ്ങളായി ജീവിക്കുവാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഏവരോടുമേറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുന്നു. സ്വാലിഹായി ജീവിച്ച് സ്വാലിഹായി മരണപ്പെട്ടു സ്വാലിഹീങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുവാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ നാം എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് സ്വാലിഹ് എന്ന് പറയുന്നത്. സ്വാലിഹ്, സ്വാലിഹീൻ, സ്വാലിഹാത്ത് തുടങ്ങിയ പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വന്നതായി നമുക്ക് കാണാൻ കഴിയും. സ്വാലിഹാത്ത് എന്ന പദം വിശുദ്ധ ഖുർആനിൽ 167 തവണയും സ്വാലിഹീൻ എന്ന പദം 23 തവണയും, എന്നാൽ സ്വാലിഹാത്തിനോട് അമിലു എന്ന പദം ചേർത്തുകൊണ്ട് 51 തവണയും, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിരന്തരമായി വന്നിട്ടുള്ള പദങ്ങളാണ് സ്വാലിഹും സ്വാലിഹീനും സ്വാലിഹാത്തും ഒക്കെ. നമ്മൾ എപ്പോഴും പറയാറുള്ള പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുവേ എന്നെ സ്വാലിഹാക്കണേ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ ഞാൻ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വാലിഹായ പ്രവർത്തനമാക്കണേ, സ്വാലിഹായ പ്രവർത്തനം ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ. ഇതിനൊക്കെ നിരന്തരമായി നാം പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനുകളായ
നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർക്കുന്ന ഒരു പദം എന്ന നിലക്ക് എന്താണ് ഈ സ്വാലിഹ്, എന്താണ് ആ സ്വാലിഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് ഒരു പ്രവർത്തനം സ്വാലിഹായ പ്രവർത്തനമാകുക? എപ്പോഴാണ് നാം സ്വാലിഹീങ്ങളാകുക തുടങ്ങിയത് ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നിരന്തരമായി അല്ലാഹുവേ എന്നെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുന്നത്? നമ്മൾ പ്രധാനമായി അതിന് ഉത്തരം കാണുകയാണ് ആവശ്യം. എന്തിനാണ് നമ്മൾ വല്ലാതെ ഇതിങ്ങനെ ആഗ്രഹിക്കുന്നത്? അതിന്റെ ഒന്നാമത്തെ ഉത്തരം വിശുദ്ധ ഖുർആൻ പറയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചരണത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ ചില പ്രവാചകന്മാരുടെ പേരുകൾ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ പരാമർശിക്കപ്പെട്ട അധിക പ്രവാചകന്മാരെ കുറിച്ചും അള്ളാഹു പറഞ്ഞ ഒരു പ്രധാനമായ വിശേഷണം അവർ സ്വാലിഹീങ്ങളാണ് എന്നതാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ സ്വാലിഹീങ്ങളാകുന്നത്? ഉത്തരം ഒന്ന്, പ്രവാചകന്മാരെല്ലാവരും സ്വാലിഹീങ്ങളാണെന്ന് അള്ളാഹ് പറഞ്ഞു. ആ സ്വാലിഹീങ്ങൾ, പ്രവാചകന്മാർ സ്വാലിഹീങ്ങളായത് കൊണ്ട് നമുക്കും ആരാകണം? സ്വാലിഹീങ്ങളാകണം. രണ്ടാം അധ്യായമായ സൂറത്തുൽ ബഖറയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹ് പറഞ്ഞു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ ഇബ്രാഹിമിനെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി, ആഖിറത്തിൽ ഇബ്രാഹിം ലമിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ്. ഇസ്ഹാഖ് നബിയെ കുറിച്ച് സൂറത്തു സ്വാഫാത്തിൽ, അതേ പ്രകാരം ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സൂറത്തുൽ അംബിയായിലെ 75-ാമത്തെ ആയത്ത്, ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിവിധ സ്ഥലങ്ങളിൽ അൽ ഇംറാനിലെ 46-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അവരെ കുറിച്ചൊക്കെ പറഞ്ഞത് വമിന സ്വാലിഹീൻ, അവരൊക്കെ ആരാണ്? സ്വാലിഹീങ്ങളാണ്. സൂറത്തുൽ അൻആമിലെ 85-ാമത്തെ ആയത്തിൽ 4 പ്രവാചകന്മാരെ ഒന്നിച്ചു പറഞ്ഞു. വസകരിയ വയഹ്യ വഈസ വഇല്യാസ്, 4 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടല്ല പറഞ്ഞു അവരുടെ വിശേഷണം കുല്ലും മിനസ് സ്വാലിഹീൻ, അവരൊക്കെ സ്വാലിഹീങ്ങളാണ്. അതേ പ്രകാരം സൂറത്ത് അംബിയായിലെ 85, 86 ആയത്തിൽ മറ്റു 3 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു. വഇസ്മാഈല വഇദ്രീസ വദൽ കിഫ്ൽ, 3 പ്രവാചകന്മാർ. ഇന്നഹും മിനസ് സ്വാലിഹീൻ, അവർ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. ഇങ്ങനെ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ പ്രവാചകന്മാരെ പേര് പറഞ്ഞിട്ട് അല്ലാഹു തആല അവരുടെ വിശേഷണമായി അവർ സ്വാലിഹീങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. പ്രവാചകന്മാരൊക്കെ സ്വാലിഹീങ്ങളാണെങ്കിൽ നമ്മളും ആരാകണം? സ്വാലിഹീങ്ങളാകണം. അതിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും റഹ്മാനായ റബ്ബിനോട് സ്വാലിഹാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നത്. ഇനി എന്താണ് സ്വാലിഹ്? സ്വാലിഹ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. വസ്വാലിഹു, സ്വാലിഹ് എന്ന പദം ഹുവല്ലദീ യഫ്അലു മാ അമറഹു അല്ലാഹു ബിഹി വയജ്തനിബു മാ നഹാഹു അൻഹു. സ്വാലിഹ് എന്നാൽ ഹുവ അല്ലദീ യഫ്അലു മാ അമറഹു അല്ലാഹു ബിഹി. അപ്പോൾ ഞാൻ സ്വാലിഹാകണമെങ്കിൽ, നമ്മൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ ആഗ്രഹിച്ചാൽ പോരാ, പ്രാർത്ഥിച്ചാൽ പോരാ, പിന്നെന്ത് വേണം? കഠിനമായ പ്രയത്നം ആവശ്യമാണ്. എന്നാൽ ആ പദവിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലാതെ ചില ആളുകളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ഓ വല്ലാത്ത സ്വാലിഹാണ്, നല്ല സ്വാലിഹായ മനുഷ്യനാണെന്ന് പറയാം. ആ ചോദ്യത്തിന് ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പോലും പാടില്ല എന്ന്. എങ്ങനെ? ഒരു മനുഷ്യനെ കുറിച്ച് അവന്റെ പ്രത്യക്ഷമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അവൻ സ്വാലിഹാണെന്ന് മനുഷ്യരാകുന്ന എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂല് പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്, നമുക്ക് പറയാൻ കഴിയില്ല. അതിനവര് കാരണവും പറഞ്ഞു. കാരണം എന്താ? റഹ്മാനായ റബ്ബിന് മാത്രമേ അവന്റെ ഉള്ളു കള്ളി അറിയുകയുള്ളൂ. അവന്റെ ഉള്ളെങ്ങനെയാണെന്ന് അറിയില്ല. ഈ സ്വാലിഹ് എന്നത്, സ്വലാഹ് എന്നത്
പുറത്ത് കണ്ടുകൊണ്ട് നമുക്ക് വിധി എഴുതാം, പക്ഷെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അവന്റെ ഉള്ള്, അവന്റെ മനസ്സ് അതൊരു പക്ഷേ നാം വിചാരിച്ചതിനേക്കാളും അതിന്റെ നേർ വിപരീതമാകാം എന്ന് പോലെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പറഞ്ഞതായി കാണാം. അവനൊരു പക്ഷേ സ്വാലിഹാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാം, സ്വാലിഹോളം എത്തിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ സ്വാലിഹാണ് എന്ന് ഒരു വ്യക്തിയെ കുറിച്ച് ഉറപ്പിച്ച് പറയാൻ നമുക്ക് അവകാശമില്ല എന്ന് പണ്ഡിതന്മാര് പറഞ്ഞതായി കാണാം. ഏതായിരുന്നാലും സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹു എന്ത് കൽപ്പിച്ചോ, റഹ്മാനായ റബ്ബ് എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ആ ചെയ്യാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഒരാൾ സ്വാലിഹാകുക. ഒന്നാമത്തേത് അള്ളാഹ് പറഞ്ഞതെല്ലാം ചെയ്യണം, അവൻ കൽപ്പിച്ചതെല്ലാം ചെയ്യണം, പോരാ. അവൻ ഒഴിവാകണം അള്ളാഹു എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ ആ വിരോധിച്ച എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും വേണം. കൽപ്പിച്ചത് ചെയ്യണം, വിരോധിച്ചതെല്ലാം വെടിയണം. അപ്പോഴേ ഒരാള് സ്വാലിഹാവുകയുള്ളൂ. എന്നാൽ മനുഷ്യരാണ് നമ്മൾ തെറ്റുകൾ വരാം, തെറ്റുകൾ കാണാം, തെറ്റുകളെ കുറിച്ച് തെറ്റുകളിലേക്ക് ഏത് സമയത്തും ഇടപെടാനുള്ള സാധ്യത മനുഷ്യരാകുന്ന നമുക്കുണ്ട്. അതുകൊണ്ട് സ്വാലിഹീങ്ങളെ കുറിച്ച് വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാര് പറയാ, ഒരാൾക്ക് വല്ല തെറ്റും വന്നുപോയി, അള്ളാഹു ചെയ്യാൻ പറഞ്ഞതൊന്നിരിക്കെ ചെയ്യാതിരിക്കുകയോ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാതെ അത് ചെയ്യുകയോ ചെയ്താൽ ഈ വിശ്വാസിയായ മനുഷ്യൻ എന്ത് ചെയ്യും? പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങും, പശ്ചാത്തപിച്ച് മടങ്ങും. റഹ്മാനായ റബ്ബിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുകയും ചെയ്യും. ഇവർക്കാണ് സ്വാലിഹീൻ എന്ന് പറയുക. അപ്പോൾ അള്ളാഹു കൽപ്പിച്ചതെല്ലാം ചെയ്യണം, അള്ളാഹു വിരോധിച്ചതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം. വല്ല തെറ്റുകളും തെറ്റാണെന്ന് ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ ആ തെറ്റുകളിൽ നിന്ന് ആ നിമിഷം തന്നെ മടങ്ങുകയും ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പൂർണ്ണമായി റഹ്മാനായ റബ്ബിനോട് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നതിനാണ് ഇസ്ലാമിൽ സ്വാലിഹ് എന്ന് പറയുക. ഇനി ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ നിങ്ങൾ സ്വാലിഹാണോ എന്നതാണ്. അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹു ചെയ്യാൻ പറഞ്ഞോ എന്ന് ഉറപ്പുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയണം. വിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയണം. തെറ്റുകൾ വന്നുപോയെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങാനും റഹ്മാനായ റബ്ബിനോട് ഖേദം പ്രകടിപ്പിക്കുവാനും വിശ്വാസികളാകുന്ന ആളുകൾക്ക് കഴിയുമ്പോൾ അവർ ആരായി മാറും? യഥാർത്ഥ സ്വാലിഹീങ്ങളായി മാറും. അതുകൊണ്ടാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചത് മറ്റൊരു പദമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പദമാണ് വലിയാകുക എന്നത്. അല്ലെ, പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ വലിയ ഔലിയാക്കൾ എന്ന് പറഞ്ഞത് അമ്പിയാക്കളെ പോലെ മനുഷ്യർ, അമ്പിയാക്കൾ, മലക്കുകൾ, ഇവരൊക്കെ ഒരു പ്രത്യേകമായ കാറ്റഗറിയിലുള്ളവരാണ്. ഇതേപോലെ ഏതോ ഒരു പ്രത്യേകമായ വിഭാഗമാണ് വലിയ എന്നത് തെറ്റിദ്ധാരണയാണ്. ആരുടെയെങ്കിലും വേഷം കൊണ്ടോ ഏതെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടിയായി എന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും വേഷവിധാനങ്ങളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രം എത്തിപ്പെടാൻ കഴിയുന്ന ഒന്നല്ല വലിയ എന്ന പദവി. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഒരു മനുഷ്യൻ വലിയാകണമെങ്കിൽ ആരാകണം? സ്വാലിഹാകണം. സ്വാലിഹായ മനുഷ്യന്മാര് മാത്രമേ വലിയാവുകയുള്ളൂ. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്ന, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന, അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആള് അവൻ എത്ര വലിയ ഖ്വാജയായാലും അവൻ വലിയാവുകയില്ല. എന്തുകൊണ്ട്? അവൻ സ്വാലിഹായിട്ടില്ല എന്നതാണ്. അപ്പൊ സ്വാലിഹായാൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു മഹത്തായ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള മർത്തബയാണ് വലിയാവുക എന്നത്. അപ്പോൾ എന്താണ് വലിയ എന്ന് നാം പറഞ്ഞു, നാം മനസ്സിലാക്കി. ഇനി വേണ്ടത് എന്താണ്? ഈ ഒരു അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് ഇതാണ് സ്വാലിഹ് എന്ന് മനസ്സിലാക്കി റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി തേടുക. അല്ലാതെ വെറുതെ നാവ് കൊണ്ടൊന്നും മനസ്സിലാകാതെ സ്വാലിഹാക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്താൽ പോരാ. സ്വാലിഹ് എന്താണെന്ന് മനസ്സിലാക്കി അർത്ഥം അറിഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി ദുആ ചെയ്യുക. അല്ലാഹുവേ എന്നെ സ്വാലിഹാക്കണേ എന്നത്
മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. ഒരുപാട് പ്രതിസന്ധികൾ സഹിച്ച, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച പ്രവാചകനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാം റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്തത്, അല്ലാഹുവേ നീയാണ് എന്റെ രക്ഷിതാവ്, അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എന്റെ രക്ഷാധികാരി നീയാണ്, എന്നെ സഹായിക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ അവസാന പദം മനഃപ്പാഠമാക്കി വെക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഉൾക്കൊള്ളിക്കേണ്ടതാണ്. എന്താണത്? തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്വാലിഹ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ, നമ്മുടെ ആഗ്രഹങ്ങളുടെ ഏറ്റവും വലിയ 2 ആഗ്രഹങ്ങളാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്തത്, ഒന്ന് തവഫനി മുസ്ലിമ, അല്ലാഹുവേ ലോകത്ത് നിന്ന് കണ്ണടക്കുമ്പോ വിശ്വാസിയായി മുസ്ലിമായി മരിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. രണ്ടാമത്തേത് വഅൽഹിഖ്നി ബിസ്വാലിഹി, സ്വാലിഹീങ്ങളുടെ ആ ലിസ്റ്റിൽ എന്റെ പേര് നീ എഴുതി ചേർക്കണേ എന്നതായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, അല്ലാഹുവേ എന്നെ സ്വാലിഹാക്കണേ എന്നത്. മറ്റൊരു പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന സൂറത്തുൽ നംലിലെ 19ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ ഔസിഅനി, എനിക്ക് നീ തൗഫീഖ് നൽകണേ, അല്ലെങ്കിൽ എനിക്ക് നീ തോന്നിപ്പിക്കണമേ, അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ എണ്ണമറ്റ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. എണ്ണിയാ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തിട്ടുണ്ട്. നീ ചെയ്തു തന്നിട്ടുള്ള ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ. ഒരു പ്രാർത്ഥന ആത്മാർത്ഥമായി ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹു നമുക്ക് എണ്ണിയാൽ തീരാത്ത നിഅമത്തുകൾ, പറഞ്ഞാൽ അവസാനിക്കാത്ത, എഴുതിയാൽ തീരാത്ത അത്രയും നിഅമത്തുകൾ ഓരോ സെക്കൻഡിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാ നമ്മൾ. ആ നിഅമത്തുകൾക്കൊക്കെ എന്ത് ചെയ്യണം? നിഅമത്തുകൾക്ക് അനുഗ്രഹം നന്ദി ചെയ്യുന്നവരാകണം. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ ശകർത്തും ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ള അടിമകളായി മാറുക എന്നത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടാ സുലൈമാൻ നബി പറഞ്ഞത്, റബ്ബേ നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ. രണ്ടാമത്തേത് നോക്ക് പ്രാർത്ഥന എന്താ? വഅന്നഅമല സ്വാലിഹൻ തർവാഹ്, അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന, നീ പൊരുത്തപ്പെടുന്ന, നീ അംഗീകരിക്കുന്ന സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണേ. വഅദ്ഖിൽനി ബിറഹ്മതിക, നിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ നീ പ്രവേശിപ്പിക്കണം. ഫി ഇബാദിക സ്വാലിഹീൻ, നിന്റെ സ്വാലിഹായ അടിമകളിൽ നിന്റെ അനുഗ്രഹത്തെ കൊണ്ട് സ്വാലിഹായ അടിമകളിൽ എന്നെയും നീ ഉൾപ്പെടുത്തണേ എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ. അപ്പോൾ പ്രവാചകന്മാര് പോലും സ്വാലിഹീങ്ങളാകാൻ, കർമ്മങ്ങൾ സ്വാലിഹാകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരായിരുന്നു. സ്വാലിഹ് എന്താണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹാകുന്നതോടൊപ്പം എന്ത് വേണം? റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ കർമ്മങ്ങളാകുവാനും നമ്മൾ സ്വാലിഹീങ്ങളാകുവാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തേത്, നാം മാത്രം സ്വാലിഹായാൽ പോരാ, നാം സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടാൽ പോരാ, അള്ളാഹുവിനോട് സ്വാലിഹാക്കണേ എന്ന് ദുആ ചെയ്താലും പോരാ. മൂന്നാമത്തേത്, നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഏത് കർമ്മമാകണം? സ്വാലിഹായ കർമ്മമാകണം. എപ്പോഴാ സ്വാലിഹായ ഒരു കാര്യം സ്വാലിഹായ കർമ്മമാവുക? അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും കയ്യൊപ്പുള്ളതാണോ അത് സ്വാലിഹായ കർമ്മമാണ്. അതല്ലാത്ത എത്ര വലിയ പ്രവർത്തനങ്ങളാണെങ്കിലും അതൊരിക്കലും സ്വാലിഹായ കർമ്മമാവുകയില്ല. ഒരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കേട്ട് മനഃപ്പാഠമാക്കിയതായിരിക്കും. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ധാരാളം സ്വലാത്തുകളുണ്ട്. അതേപോലെ നാരിയാ സ്വലാത്ത് എന്ന് പറയുന്ന ഒരു സ്വലാത്ത്, ആക്ഷേപിക്കാനോ മറ്റോ അല്ല, വിഷയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നാരിയത്ത് സ്വലാത്ത് അത് 4444 തവണ ചൊല്ലിയാൽ ഒരുപാട് പോരിശ പ്രഖ്യാപിക്കുന്നുണ്ട്. ആരാ സ്വലാത്ത് ഉണ്ടാക്കിയത്? അള്ളാഹുവിന്റെ റസൂലാണോ? അല്ല.
ആ സ്വലാത്ത് ഉണ്ടാക്കിയ വ്യക്തി ആ സ്വലാത്തിന്റെ എണ്ണം പ്രഖ്യാപിച്ചു, അതിന്റെ പോരിശ പ്രഖ്യാപിച്ചു. ഞാൻ ഈ ആ സ്വലാത്ത് അത് സ്വാലിഹുൽ അഅ്മാലാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായി വിശ്വാസിക്ക് മറുപടി പറയാൻ കഴിയും. സ്വലാത്ത് തന്നെ, നല്ല സ്വലാത്ത് തന്നെ. പക്ഷെ നമുക്ക് വേണ്ട. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂലിന്റെ കയ്യൊപ്പ് അതിന് ഇല്ല. അള്ളാന്റെ ഒരു പുതിയതായ ഒരു കർമ്മം ഒരാൾക്ക് ഉണ്ടാക്കുകയോ അതിന് എണ്ണം നിശ്ചയിച്ച് അതിന് പ്രത്യേകമായ സമയം നിശ്ചയിച്ച് അതിന് പ്രത്യേകമായ പോരിശ പ്രഖ്യാപിക്കുന്ന ഏതൊരു കർമ്മം എത്ര നല്ല കർമ്മമാണെങ്കിലും അതെന്താവുകയില്ല. എത്ര നല്ല കർമ്മമാണെങ്കിലും അത് സ്വാലിഹുൽ അഅ്മാലിൽ നല്ല പ്രവർത്തനങ്ങളിൽ പെടുകയില്ല. അതൊക്കെ ചീത്ത പ്രവർത്തനങ്ങളാണ്. മറ്റൊരു ഉദാഹരണം പറയാ, നമുക്കൊക്കെ പരിചയം ഉണ്ടാകും ഈ ഹദ്ദാദ് എന്ന് പറയുന്ന ഒരു സംഭവം. ഹദ്ദാദ് റാത്തീബ് പല പള്ളികളിലും മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ, ചില പള്ളികളിലൊക്കെ ഇശാഇന്റെ ശേഷം ചൊല്ലുന്ന ഹദ്ദാദ് റാത്തീബ് ഉണ്ട്. ആ ഹദ്ദാദ് റാത്തീബിൽ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും ഏകദേശം 99% ദിക്റുകളും സ്വഹീഹായി വന്ന ദിക്റുകളാണ്. ബുഖാരിയിലും മുസ്ലിമിലും ദാവൂദിലും നസായിലും ഒക്കെ വന്ന സ്വഹീഹായ ദിക്റുകൾ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകളാണ് 90% ഏതിലുള്ളത്? ഹദ്ദാദ് റാത്തീബിലുള്ളത്. ഈ ഹദ്ദാദ് റാത്തീബ് സ്വാലിഹുൽ അഅ്മാലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം പറയും. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകമായി എണ്ണം പഠിപ്പിച്ച ചില ദിക്റുകളുണ്ട്. ആ എണ്ണത്തിന് അതേ സ്വാലിഹുൽ അഅ്മാലാവുകയുള്ളൂ. അത് കൂട്ടാനോ കുറക്കാനോ നമുക്ക് അവകാശമില്ല. ഉദാഹരണം പറയാ, ഒരാള് നല്ല സമയമുണ്ട്, ജുമുഅ കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ സമയമുണ്ട്, വലിയ തിരക്കൊന്നുമില്ല, നിസ്കാരത്തിന്റെ ശേഷം 33 സുബ്ഹാനല്ലാഹ് ചൊല്ലാനാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഒരാൾ പറയാം, എനിക്കിപ്പോ പെരേ പോയിട്ട് വല്ല കാര്യമായിട്ട് പണിയൊന്നുമില്ല, ഞാനൊരു 99 പ്രാവശ്യം സുബ്ഹാനല്ലാഹും 99 അൽഹംദുലില്ലയും 99 അല്ലാഹു അക്ബറും ചൊല്ലി 300 പൂർത്തിയാകാൻ ഒരു 3 പ്രാവശ്യം റസൂലുള്ളാഹി 100 പൂർത്തിയാകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു പറഞ്ഞുകൊണ്ട് 300 പൂർത്തിയാകാൻ ഒരു 3 പ്രാവശ്യം അതും ചൊല്ലിയാണ്. അങ്ങനെ 300 ഒരാൾ പൂർത്തിയാക്കിയാൽ തെറ്റാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? നല്ല ദിക്റല്ലേ ചൊല്ലിയത്, ശരിയാ. പക്ഷേ അത് സ്വാലിഹുൽ അഅ്മാൽ ആവില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പില്ല എന്നുള്ളതാ ഉത്തരം. ചെയ്യുന്ന കാര്യം നല്ലതല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂൽ 33 ചൊല്ലാൻ പറഞ്ഞാൽ അത് 32 ആക്കാനോ അത് 34 ആക്കാനോ നമുക്ക് അവകാശം ഇല്ല. അത് ആ എണ്ണമാകണം. ഇനി എണ്ണം പറയാത്ത ധാരാളം ദിക്റുകളുണ്ട്. അതിന് പ്രത്യേകമായ എണ്ണം നിശ്ചയിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. അവിടെ ഹദ്ദാദ് റാത്തീബിൽ ചെയ്യുന്നത് രാവിലെ ചൊല്ലാനുള്ള ദിക്റും വൈകുന്നേരം ചൊല്ലാനുള്ള ദിക്റും, ചില ദിക്റുകൾ അങ്ങാടിയിലെത്തിയാൽ ചൊല്ലാനുള്ള എല്ലാ ദിക്റും കൂടെ അവിടെ ഒന്നും ചൊല്ലാതെ ഇശാഇന്റെ ശേഷം എല്ലാ ദിക്റും കൂടെ ഒന്നിച്ചങ്ങ് ചൊല്ലുക. അതിന് എണ്ണം 3 എണ്ണം നിശ്ചയിച്ചു. ആ ഹദ്ദാദ് റാത്തീബിൽ തന്നെ ഒരൊറ്റ ദിക്റ് അത് 4 പ്രാവശ്യം ചൊല്ലേണ്ട, ബാക്കിയൊക്കെ 3 പ്രാവശ്യം. അങ്ങനെ ഒരു ദിക്റുകൾക്ക് 3ഉം 4ഉം എണ്ണം നിശ്ചയിച്ചു കൊണ്ട് ചൊല്ലാനോ അത് ചൊല്ലിയിട്ട് മരണപ്പെട്ടു പോയ ആളുകളുടെ ഹളറത്തിലേക്ക് ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഓതിയിട്ട് ഹദിയ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ദിക്ർ റസൂലുള്ളാഹി പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ആ സമയവും സന്ദർഭവും അതിന് പോരിശയും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങൾ എന്ത് വേണം? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാകണം. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? കുറെ ചെയ്തോളൂ എന്നല്ല, മറിച്ച് അവര് സ്വാലിഹായ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിൽ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? ബിദ്അത്തുകൾ ഉണ്ടാകാൻ പാടില്ല. അത് ഗൗരവത്തോടുകൂടെ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ബിദ്അത്തുകൾ ഒരിക്കലും വരരുത്. അതോടുകൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. പലപ്പോഴും നമുക്ക് സംഭവിച്ചിട്ട് 2 ബിദ്അത്തുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതേപോലെ ധാരാളം ബിദ്അത്തുകളുണ്ട്. പക്ഷെ ആ ബിദ്അത്തുകളെ എതിർക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കുറെ സുന്നത്തുകളെയും ഒഴിവാക്കുന്നുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. ദിക്റുകൾ, ഒരുപാട് ദിക്റുകളുണ്ട്. ഹദ്ദാദ് റാത്തീബിൽ ഉണ്ടാകുന്ന ആ ദിക്റുകളൊക്കെ നമ്മൾ ചെല്ലേണ്ടതാണ്, ഒരു സംശയവുമില്ല. എല്ലാം നമ്മൾ ചെല്ലേണ്ട ദിക്റുകളാണ്.
പക്ഷേ ആ ചൊല്ലേണ്ട സമയം മനസ്സിലാക്കി എണ്ണം നിശ്ചയിച്ചത് എണ്ണ പ്രകാരവും എണ്ണം നിശ്ചയിക്കാത്തത് അതിനനുസരിച്ചും നാം ജീവിതത്തിൽ നിരന്തരമായി എന്ത് ചെയ്യണം? ചെയ്തുകൊണ്ടിരിക്കണം. ബിദ്അത്തുകളെ എതിർക്കുമ്പോ സുന്നത്തുകൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആലോചിക്കുവാനും വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങളിൽ ഒരു അണമണി തൂക്കം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ബിദ്അത്തുകൾ, പുതിയ ആചാരങ്ങൾ കടന്നു വന്നാൽ ആ ആചാരങ്ങൾ റഹ്മാനായ റബ്ബ് സ്വീകരിക്കുകയില്ല, അതൊരിക്കലും സ്വാലിഹാവുകയില്ല. അത്ര അങ്ങനത്തെ ബിദ്അത്തായ പ്രവർത്തനങ്ങൾ റസൂലുള്ള പഠിപ്പിക്കാത്ത അത്തരം ബിദ്അത്തായ പ്രവർത്തനങ്ങൾ എത്ര ലക്ഷക്കണക്കിനൊരാൾ ചെയ്താലും അവൻ ആരാവുകയില്ല, അവൻ സ്വാലിഹാവുകയില്ല, അവന്റെ കർമ്മങ്ങൾ സ്വാലിഹുൽ അഅ്മാലുകൾ ആവുകയില്ല എന്ന കൃത്യമായ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്ത് യഥാർത്ഥ സ്വാലിഹായി ജീവിച്ച് സ്വാലിഹീങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒത്തുചേരുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഏവരോടും ഏറെ ഗൗരവത്തോടെ വസിയ്യത്ത് നൽകുകയാണ്. ഇനി സ്വാലിഹായ കർമ്മങ്ങൾ മാത്രം ചെയ്യുകയും ഒരു വ്യക്തി യഥാർത്ഥ സ്വാലിഹാവുകയും ചെയ്താൽ അതുകൊണ്ടുള്ള നേട്ടം, നമ്മൾ നിരന്തരമായി പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകമായ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് 107-ാമത്തെ ആയത്തിൽ അതിന്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത കുറെ കർമ്മങ്ങൾ ചെയ്യും, പലതിലും ബിദ്അത്തുകൾ കടന്നിട്ട് കൂടിയിട്ടുണ്ടാകും. ആ ആളുകളൊക്കെ വിചാരിക്കുന്നത് അന്നഹും യുഹ്സിനൂന സുൻഅ, അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെല്ലുന്ന ദിക്റല്ലേ, സ്വലാത്തല്ലേ, നോമ്പല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവരുടെ ആ പ്രവർത്തനങ്ങളൊന്നും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല, അത് മുഴുവനും പാഴായി പോയിരിക്കുന്നു. വല്ല സഅയഹും, അവരുടെ എല്ലാ കർമ്മങ്ങളും പാഴായി പോയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് പിന്നീട് പറയുന്നുണ്ട് എന്ത്? ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഒരാൾ വിശ്വാസിയാവുകയും വഅമിലുസ് സ്വാലിഹാത്ത്, സ്വാലിഹായ കർമ്മങ്ങളും ചെയ്താൽ കാനത് ലഹുൽ ജന്നാത്തുൽ ഫിർദൗസ് നുസുല, ജന്നാത്തുൽ ഫിർദൗസ് നുസുല, ജന്നാത്തുൽ ഫിർദൗസിൽ തീർച്ചയായും അവനിക്ക് ആതിഥ്യമുണ്ടാകും, അവനിക്ക് സ്വർഗമുണ്ടാകും. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ ശാശ്വതരായിരിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിവല, ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരിക്കൽ പോലും അവർ ആഗ്രഹിക്കാത്ത ആ സ്വർഗം അവർക്കുണ്ട്. ആർക്ക്? സ്വാലിഹായി മാറിയാൽ, സ്വാലിഹീങ്ങളായാൽ, നമ്മുടെ കർമ്മങ്ങൾ സ്വാലിഹുൽ അഅ്മാലുകളിലാണ് പെടുന്നതെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട്. മറ്റൊരു നേട്ടം, അള്ളാഹു അത്തരം ആളുകളെ ഏറ്റെടുക്കുമെന്ന, നമ്മൾ സ്വാലിഹീങ്ങളായ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആരേറ്റെടുക്കും? അള്ളാഹു ഏറ്റെടുക്കും. സൂറത്തുൽ അഅറാഫിൽ 196-ാമത്തെ ആയത്തിൽ ഇന്ന വലിയല്ലാഹു അല്ലദീന നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ, വഹുവ യതവല്ല സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ ഞാൻ ഏറ്റെടുക്കും എന്നത് റഹ്മാനായ റബ്ബിന്റെ വാഗ്ദാനമാണ്. നമ്മുടെ കഴിവും നമ്മുടെ സമ്പത്തും എല്ലാം അവസാനിക്കുന്നിടത്ത് എല്ലാം അവസാനിക്കും. സമ്പത്ത്, രോഗിയായി ഹോസ്പിറ്റലിൽ ചെന്നു, നമ്മുടെ എല്ലാ നിലക്കും നമ്മൾ അവിടെ പരിശ്രമം നടത്തുകയോ നമ്മൾ ചികിത്സിക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ കഴിവിന് പരിധിയുണ്ട്, നമ്മുടെ സമ്പത്തിന് പരിധിയുണ്ട്. എല്ലാ കഴിവുകളും എല്ലാ പരിധികളും അവസാനിക്കുന്നിടത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ലഭ്യമാകേണ്ടത് അള്ളാഹുവിന്റെ സഹായമാണ്. എല്ലാം അവസാനിക്കുന്നിടത്ത് നമുക്ക് ലഭ്യമാകുന്ന ആ സഹായം അത് കിട്ടും. അള്ളാഹുവിന്റെ സഹായം കിട്ടും. ആർക്ക്? സ്വാലിഹീങ്ങൾക്ക്. അതുകൊണ്ട് സ്വാലിഹീങ്ങൾക്ക് അള്ളാഹുവിന് അവരെ ഏറ്റെടുക്കുമെന്നോ അവർക്ക് സ്വർഗീയ അനുഗ്രഹങ്ങൾ ഉണ്ടെന്നോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അതോടുകൂടെ ഏറ്റവും പ്രധാനമായ മറ്റൊരു നേട്ടം എന്താ അറിയോ? നമ്മൾ അറിയാതെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുമെന്നതാണ്. അത് വലിയൊരു കിട്ടലല്ലേ? നിങ്ങൾ ആലോചിച്ചു. നമ്മൾ പറയാത്ത പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ സ്വാലിഹീങ്ങളായി മാറിയാൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അത്തഹിയ്യാത്തിൽ വിശ്വാസികളായ ഞാനും നിങ്ങളിപ്പം നിസ്കാരം തുടങ്ങിയാൽ നമ്മുടെ അത്തഹിയ്യാത്തിൽ ദുആ ചെയ്യുന്ന പ്രാർത്ഥന എന്താ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് രക്ഷ നൽകണം, സ്വാലിഹായ അടിമകൾ എവിടെയൊക്കെയുണ്ടോ ആ സ്വാലിഹായ അടിമകൾക്ക് മുഴുവനും നീ അനുഗ്രഹം ചൊരിയണേ എന്ന്
എല്ലാ വിശ്വാസികളും ദുആ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അസ്വാബ കുല്ല അബ്ദിൻ സ്വാലിഹിൻ ഫിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം എല്ലാ നല്ല അടിമകൾക്കും ആ ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികളുടെയും ആ പ്രാർത്ഥനയുടെ ഒരു ഓഹരി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥന നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടണം. അതിനു വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ് എന്ന് ഒരു ഉറപ്പാക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. പലരും ദുആ ചെയ്യാൻ വസിയത്ത് നൽകിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. സുന്നത്തിൽ ഉറച്ചു നിൽക്കുവാനും ബിദ്അത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, വേദനിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീം.